HTML and CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിന്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോട്ട്, ക്ലിയർ എന്നീ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കണ്ടന്റിനെ പൊസിഷൻ ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന CSS പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പേജിൽ ഞാനൊരു ഇമേജ് പിന്നെ 2 പാരഗ്രാഫുകൾ എന്നിവ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഇമേജ് ഇപ്പോൾ ഒരു ബ്ലോക്ക് ലെവൽ എലമെന്റ് പോലെ, അതായത് അതിൻ്റെതായ ഒരു ലെവലിലാണല്ലോ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ മിക്ക വെബ്സൈറ്റുകളിലും കണ്ടിട്ടുണ്ടാവും ഈ ഇമേജ് എഴുത്തിന്റെ കൂടെ തന്നെ വരുന്നത്, അതായത് ഇമേജിന്റെ ചുറ്റുമായി എഴുത്ത് ഇങ്ങനെ റാപ്പ് ചെയ്ത് നിൽക്കുന്നത്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഫ്ലോട്ട് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ CSSലേക്ക് വരുന്നു. ഇതിൽ ഞാൻ ഈ പേജിലുള്ള IMG ടാഗുകളെ ഒക്കെ സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് ഞാൻ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. ഇപ്പോൾ പേജ് ഒന്ന് നോക്കൂ. ആ ഇമേജ് ഇടതുവശത്തും എഴുത്ത് അതിനു ചുറ്റുമായി വലതുവശത്തും വന്നത് കണ്ടില്ലേ? ഇത് തന്നെയാണ് ഫ്ലോട്ട് കൊണ്ടുള്ള ഒരു പ്രധാന ഉപയോഗം. ഇനി ഞാൻ ഈ ലെഫ്റ്റ് മാറ്റി റൈറ്റ് എന്നാക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഇമേജ് വലതുവശത്തേക്ക് മാറി നിൽക്കുന്നു, എഴുത്ത് ഇടതുവശത്ത് അതിനെ ചുറ്റി നിൽക്കുന്നു. ഇതാണ് നിങ്ങൾക്ക് കൂടുതലായി യൂസ് ചെയ്യേണ്ടി വരുന്ന ഫ്ലോട്ടിന്റെ ഒരു ഉപയോഗം എന്ന് പറയാം. ഇനി ഫ്ലോട്ട് ആക്ച്വലി എന്താണ് ചെയ്യുന്നത് എന്ന് കുറച്ചുകൂടി ക്ലിയർ ആയി പറയാൻ ശ്രമിക്കാം. നമ്മൾക്ക് HTMLലേക്ക് വരാം. ഞാൻ ഈ പാരഗ്രാഫും ഇമേജും ഒക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. പകരം ഞാനിവിടെ 3 divs ആഡ് ചെയ്യുന്നു. ഇനി ഈ 3 divനും നമ്മൾക്ക് ബോക്സ് എന്ന ഒരു ക്ലാസ് നെയിം കൊടുക്കാം. കൂടാതെ ഇവയെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോന്നിനും ഒരു സെക്കൻഡ് ക്ലാസ് നെയിം കൂടി കൊടുക്കുന്നു. അതെ, ഒരു ഡിവിന് തന്നെ ഒന്നിലധികം ക്ലാസ് നെയിംസ് കൊടുക്കാവുന്നതാണ്. അവ ഇങ്ങനെ സ്പേസ് ഇട്ട് കൊടുക്കാം ക്ലാസ് ആട്രിബ്യൂട്ടിനകത്ത്. div 1ന് ഞാൻ റെഡ് എന്നും, div 2ന് ഞാൻ യെല്ലോ എന്നും, div 3ക്ക് ഞാൻ ഗ്രീൻ എന്നും രണ്ടാമത്തെ ക്ലാസ് നെയിമായി കൊടുക്കുന്നു. ഇപ്പോൾ അവ 3ഉം ഓരോ ബോക്സ് ആണ്. കൂടാതെ ഓരോന്നിനും റെഡ്, യെല്ലോ, ഗ്രീൻ എന്നീ ക്ലാസ് നെയിംസ് കൂടിയുണ്ട്. ഇനി നമ്മൾക്ക് CSSലേക്ക് വരാം. ഞാനിവിടെ ഡോട്ട് ബോക്സ് എന്നെഴുതി കോമൺ ആയി ആ 3 ബോക്സിനെയും സ്റ്റൈൽ ചെയ്യുന്നു. ഇതിൽ ഞാൻ പാഡിംഗ് 50 പിക്സൽ എന്നും വിഡ്ത്ത്, ഹൈറ്റ് എന്നിവയും 50 പിക്സൽ എന്നും കൊടുക്കുന്നു. ഇനി നമ്മൾക്ക് താഴെ വന്ന് റെഡ്, യെല്ലോ, ഗ്രീൻ എന്നിവയെ കൂടി സ്റ്റൈൽ ചെയ്യാം. റെഡ് എന്ന ക്ലാസ് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് ആക്കുന്നു. അതുപോലെ യെല്ലോ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കുന്നു. ഗ്രീൻ സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനും ആക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിൽ ഫ്ലോട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഞാൻ ഈ റെഡ് എന്ന ക്ലാസ്സിൽ വന്ന് ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ആ മഞ്ഞ നിറത്തിലുള്ള ഡിവ് കാണാതെ ആയില്ലേ? ഇവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, ഇതൊരു 3 ഡയമെൻഷണലായി ആലോചിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 3D അനിമേഷനിലൂടെ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ പേജ് എന്ന് വിചാരിക്കുക. അതിൽ 3 ബോക്സ് ഉണ്ടല്ലോ. ഏറ്റവും മുകളിലായി റെഡ്, അതിൻ്റെ താഴെ യെല്ലോ, അതിൻ്റെ താഴെ ഗ്രീൻ. ഇനി നമ്മൾ റെഡ് എന്നതിന് ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഈ റെഡ് ബോക്സ് 3D സ്പേസിൽ മുകളിലേക്ക് ഉയരുന്നു. ദേ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ യെല്ലോ ബോക്സും ഗ്രീൻ ബോക്സും റെഡ് ഉണ്ടായ ആ സ്പേസിലേക്ക് കയറി വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആ റെഡ് ബോക്സിന്റെ പുറകിലാണ് നമ്മുടെ യെല്ലോ ബോക്സ് ഉള്ളത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് പേജ് നോക്കുമ്പോൾ നമ്മൾക്ക് ആ യെല്ലോ ബോക്സിനെ കാണില്ല, കാരണം ഇവിടെ എല്ലാ ബോക്സും സെയിം വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആണല്ലോ. ഇനി അടുത്തതായി ഞാൻ ഈ യെല്ലോ ബോക്സിനും ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ യെല്ലോ ബോക്സ് നേരത്തെ റെഡ് ബോക്സ് മുകളിലേക്ക് ഉയർന്നത് പോലെ മുകളിലേക്ക് പോകുന്നു. പക്ഷേ ഓൾറെഡി അവിടെ റെഡ് ബോക്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് അതിൻ്റെ തൊട്ട് വലതുവശത്ത് എവിടെയാണോ സ്പേസ് ഉള്ളത് അവിടെ പോയി നിൽക്കുന്നു. അതേസമയം നമ്മുടെ ഗ്രീൻ ബോക്സ് നേരത്തെ യെല്ലോ ബോക്സ് ഉണ്ടായ ആ സ്ഥലത്തേക്ക് കയറി വരുന്നു. ഇപ്പോൾ റെഡ് ബോക്സ്, യെല്ലോ ബോക്സ് എന്നിവ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഗ്രീൻ ബോക്സ് റെഡ് ബോക്സിന്റെ നേരെ താഴെ ആയതുകൊണ്ട് പേജ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് കാണില്ല. സിമ്പിൾ ലോജിക് അല്ലേ? ഇനി ഞാൻ ഗ്രീൻ ബോക്സിനും ഇതുപോലെ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുത്താൽ അതും മുകളിലേക്ക് കയറി വരും. റെഡ്, യെല്ലോ എന്നിവയുടെ തൊട്ടടുത്ത സ്പേസിൽ വന്ന് നിൽക്കും. അതിൻ്റെ ഒരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. ഇനി ഇതേ കാര്യം ലെഫ്റ്റ് എന്നതിന് പകരം റൈറ്റ് എന്നായിരുന്നു കൊടുത്തത് എങ്കിൽ ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ആദ്യം മുകളിലേക്ക് ഉയർന്ന ബോക്സ് ഏറ്റവും റൈറ്റ് സൈഡ് സ്പേസ് ഒക്യുപ്പൈ ചെയ്യും. അതായത് റെഡ് ഏറ്റവും റൈറ്റ് സൈഡിൽ വരും.
തൊട്ട് ലെഫ്റ്റ് സൈഡിൽ യെല്ലോ, അങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് കോഡിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു രീതിയിൽ അടുത്തടുത്തായാണ് നിങ്ങൾക്ക് ഡിവുകൾ അലൈൻ ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ വന്ന് ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കണം എന്നില്ല. പകരം ഇവിടെ ബോക്സ് എന്ന ഒരു ക്ലാസ് ജനറലായി എല്ലാത്തിനും ഉണ്ടല്ലോ, അതിൽ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ റെഡ്, യെല്ലോ, ഗ്രീൻ എന്നിവയിൽ നിന്ന് ഫ്ലോട്ട് ലെഫ്റ്റ് റിമൂവ് ചെയ്യുന്നു. നമ്മൾക്കത് ജനറലായി ബോക്സ് എന്ന ക്ലാസ്സിൽ എഴുതാം, ഫ്ലോട്ട് ലെഫ്റ്റ്. ഇനി നമ്മൾക്ക് എന്താണ് ക്ലിയർ എന്ന പ്രോപ്പർട്ടിയുടെ ഉപയോഗം എന്ന് നോക്കാം. നമ്മളിങ്ങനെ ഫ്ലോട്ട് യൂസ് ചെയ്ത് എലമെന്റ്സ് അലൈൻ ചെയ്തു. എന്നാൽ എനിക്കിപ്പോൾ അതിൽ ഗ്രീൻ ബോക്സ് മാത്രം താഴേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഗ്രീൻ എന്ന ക്ലാസ് സെലക്ടറിന്റെ സ്റ്റൈലിൽ വന്നിട്ട് ഇവിടെ ക്ലിയർ ലെഫ്റ്റ് എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്ലോട്ടഡ് എലമെന്റ്സിന്റെ താഴേക്ക് ഗ്രീനിനെ പുഷ് ചെയ്യണം എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ യെല്ലോയിലും വന്ന് ക്ലിയർ ലെഫ്റ്റ് എന്ന് എഴുതിയാൽ ഈ 3 ബോക്സ് നേരത്തെ ഉണ്ടായതുപോലെ തന്നെയാകും. അതായത് ബേസിക്കലി നമ്മൾ ഫ്ലോട്ട് കൊടുത്തത് അൺഡു ചെയ്തതുപോലെയായി ഇപ്പോൾ. ഇനി നമ്മൾക്ക് ഈ ഗ്രീൻ എന്നതിലെ ക്ലിയർ ലെഫ്റ്റ് അങ്ങ് കളഞ്ഞു നോക്കാം. ഇപ്പോൾ നോക്കൂ, യെല്ലോ ബോക്സും ഗ്രീൻ ബോക്സും ഒരുമിച്ച് താഴോട്ട് പോയി. കാരണം യെല്ലോ ബോക്സിൽ മാത്രമാണല്ലോ ഇപ്പോൾ ക്ലിയർ ലെഫ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റുള്ള റെഡ് എന്ന ഫ്ലോട്ട് ചെയ്യുന്ന ബോക്സിന്റെ താഴേക്ക് യെല്ലോ ബോക്സിനെയും ഗ്രീൻ ബോക്സിനെയും പുഷ് ചെയ്തു. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ റെഡ്, യെല്ലോ, ഗ്രീൻ എന്നീ ക്ലാസ്സുകളിൽ നിന്ന് ക്ലിയർ, ഫ്ലോട്ട് ഒക്കെ കളയുന്നു. ബോക്സ് എന്ന ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഫ്ലോട്ട് റൈറ്റ് എന്നാക്കി നോക്കാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ബോക്സുകൾ നേരെ ഓപ്പോസിറ്റ് ഓർഡറിലായി മാറി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ. ഇനി നമ്മൾക്ക് ക്ലിയർ കൊടുക്കുന്നെങ്കിൽ യെല്ലോയിൽ കൊടുത്തു നോക്കാം. പക്ഷേ ഇപ്പോൾ ഫ്ലോട്ട് റൈറ്റ് ആയതുകൊണ്ട് ക്ലിയർ റൈറ്റ് എന്ന് വേണം യെല്ലോയിൽ കൊടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ട സെയിം സംഭവം റിവേഴ്സ് ഓർഡറിൽ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ ഈ ക്ലിയർ വാല്യൂ എപ്പോഴും പൊതുവെ എല്ലാവരും കൊടുക്കാറ് ബോത്ത് എന്നാണ്. ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ മാറി മാറി കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എപ്പോഴും ബോത്ത് എന്ന് കൊടുത്താൽ മതി ക്ലിയറിന്റെ വാല്യൂ. ഞാനിത് ബോത്ത് എന്നാക്കുന്നു. ഇപ്പോഴും സെയിം റിസൾട്ട് ആണല്ലോ. ഏതായാലും ഫ്ലോട്ട്, ക്ലിയർ എന്നിവയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.